ഞങ്ങള് പപ്പാനീനെ കാണാൻ പോവാ. രാത്രി കത്തിക്കുമല്ലോ, അപ്പൊ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. മൊത്തത്തില് കത്തിച്ചൊരു രൂപമായിരിക്കും. അത് മാത്രല്ല ഒടുക്കത്തെ തിരക്കായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നമ്മളും എത്രത്തോളം വീഡിയോയിൽ അത് പതിയൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയി നമുക്ക് പപ്പാനീനെ കാണാൻ ഞങ്ങൾ പോവാണ്. അപ്പൊ പോവാം. അപ്പോൾ അഡലക്സ് ഹോസ്പിറ്റലിൻ്റെ അഥവാ അഡലക്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തുള്ളൊരു ഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മുടെ പപ്പാനീനെ വച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ പകല് കാണുന്ന പപ്പാനി. രാത്രിയാകുമ്പോൾ ഈ പപ്പാനീനെ അവർ കത്തിക്കണം കേട്ടോ, ന്യൂ ഇയറിൻ്റെ പ്രമാണിച്ച്. ആക്ച്വലി എന്തിനാണ് നമ്മുടെ പപ്പാനീനെ കത്തിക്കണേന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവർ ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് ഐസ്ക്രീം കടകളും ഇതേപോലെ കളിപ്പാട്ടത്തിൻ്റെ കടകളും അക്വാ പെറ്റ് ഷോ ആയിട്ടും അതേപോലെ ഫാമിലിക്ക് കളിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതാണ് മൊത്തത്തിൽ പകല് കാണുന്നൊരു സെറ്റപ്പ് കേട്ടോ. ഇനി നമുക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിലത്തെ പപ്പാനീനെ കത്തിക്കാൻ കാണാനായിട്ട് ഇവിടെ പപ്പാനീനെയൊക്കെ കണ്ടിട്ട് വന്നേക്കാണ് കേട്ടോ. ഇവിടെ മെയിനാണ് പരിപാടി എന്ന് വെച്ചാൽ നാളെ പാചകമാണ്. നമ്മളെ സന്തോഷിപ്പിക്കുക, ഭാര്യമാരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല അവരുടെ കാര്യങ്ങളിൽ നമ്മളത് ഇൻവോൾവ് ചെയ്യാതിരിക്കാൻ കൂടിയിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. എൻ്റെ വീടല്ല, മിനിയുടെ വീടാണ്. എൻ്റെ വീട്ടിൽ നോൺ വെജ് ഒന്നും പറ്റില്ല, വെജിറ്റേറിയൻ. അതുകൊണ്ട് ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം കാണിച്ചു തരാം. അവരുടെ നല്ല പാചകങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനൊരു പ്രത്യേക ഭംഗിയൊരു പറയണില്ലേ. ഈ സമയം കുട്ടികളും ഞങ്ങളും ഒക്കെ വാചകവും കളിയും ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അവരവിടെ ഗംഭീര പണിയിലാണ്. പിന്നെ വീട്ടിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ രാത്രി പപ്പാനീനെ കത്തിക്കണ കാണാൻ പോവാണ് കേട്ടോ. നമ്മളെ 58 സമയമായി, 58ആയി.